ശ്രീകാന്ത്, എന്താണ് അവിടുത്തെ കാഴ്ച? ഈശ്വർ മാൽപ്പയും ടീമും അടുത്ത ഘട്ട എന്ന് പറഞ്ഞാൽ 3 തവണ ട്രയൽ കഴിഞ്ഞ ദ റിയൽ ഓപ്പറേഷൻ റെഡി ആവുകയാണോ ശ്രീകാന്ത്? ഹഷ്മി, ആ മുള കൊണ്ടുവന്നത് തന്നെ അതിനുവേണ്ടിയാണ്. അവരടുത്ത റിയൽ ഓപ്പറേഷന് അവർക്കതിന് സാധിക്കും എന്ന് അവർക്ക് ആത്മവിശ്വാസം വന്നു എന്ന് തോന്നുന്നു. അതിന്റെ ആദ്യപടിയായിരിക്കണം അവർ ആ മുള അവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് അവരുടെ പരമ്പരാഗത അറിവ് വെച്ച് അത് അവരവിടെ ഉപയോഗിക്കാൻ, ആ അറിവുകൾ അവിടെ പ്രയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം അവർ ഇറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. ഹഷ്മി ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു കാര്യം ഉറപ്പിച്ചു പറയേണ്ടത്, ഇത്രയും ദിവസം കാത്തുനിന്നെങ്കിലും ഈശ്വർ മാൽപ്പയും സംഘവും അവിടെ ഇറങ്ങാൻ അവർ ആ ധൈര്യം കാണിച്ചിരിക്കുന്നു, അതിനുള്ള ചങ്കുറപ്പ് കാണിച്ചിരിക്കുന്നു. ആ സ്ഥലത്തേക്ക് ഇറങ്ങാൻ ഈ ദൗത്യം, അവർ നടത്തുന്ന ദൗത്യം വിജയമോ പരാജയമോ എന്തോ ആയിക്കോട്ടെ, ഈ 6.87 വരുന്ന ഈ അണ്ടർ വാട്ടർ കറണ്ടുള്ള ഗംഗാവാലി നദിയിലേക്ക് എടുത്തു ചാടാൻ, ഊളിയിട്ടിറങ്ങാൻ അദ്ദേഹം ആ ചങ്കുറപ്പ് കാണിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ടീം ഇപ്പോൾ ധൈര്യം കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ ദൗത്യം ആയെന്ന് വരാം, അല്ലെങ്കിൽ ആയില്ലെന്ന് വരാം, പരാജയപ്പെട്ടു എന്നും വരാം. പക്ഷേ ആ അടിത്തട്ടിലേക്ക് പോകാൻ എല്ലാവരും മടിച്ചു നിന്നിടത്ത്, എല്ലാവരും സൗകര്യപൂർവമായ സമയം വരുന്നത് കാത്തു നിന്നിടത്ത് ഇപ്പോൾ മാൽപ്പയും സംഘവും, ഈശ്വർ മാൽപ്പയും സംഘവും 3 തവണ പോയിരിക്കുന്നു. പക്ഷേ അവർക്ക് ഈ കറക്റ്റ് ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് കൂടുതൽ സംവിധാനം വേണം, സൗകര്യങ്ങൾ വേണം. അത് നിലവിലുള്ള സൗകര്യങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുന്നത് പരിമിതമാണ്. നേരെ മറിച്ച് അവരുടെ പരമ്പരാഗത അറിവുകൾ കൂടി അതിനോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവരിപ്പോൾ ഈ തെരച്ചിൽ നടത്താൻ ഒരുങ്ങുന്നത്. മാൽപ്പെ വീണ്ടും ഇറങ്ങിയിട്ടില്ല. 4ാം തവണത്തെ മാൽപ്പയുടെ ശ്രമം ഉടനെ ആരംഭിക്കുകയേ ഉള്ളൂ. അദ്ദേഹം അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആ മൺകൂനയ്ക്ക് സമീപം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 4ാമതും അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. ഇത്തവണ കുറെ കൂടി വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കി പുഴയിലേക്ക് ഇറങ്ങാനാണ് അദ്ദേഹം ആലോചിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 3ാമത് തവണ ഇറങ്ങിയ സമയത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധിച്ചിരുന്ന വടം അതിൻ്റെ നിയന്ത്രണം നഷ്ടമായി ഒഴുകിപ്പോകുന്ന അവസ്ഥയുണ്ടായി. ഇത്തവണ അത്തരം പ്രതികൂല ഘടകങ്ങൾ, സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിനെ അതിജീവിക്കുന്നതിന് വലിയ തയ്യാറെടുപ്പുകളോടെ വലിയ സന്നാഹങ്ങൾ ഒരുക്കി പുഴയിലേക്ക് ഇറങ്ങുന്നു. നേരത്തെ ഒരു ട്രയൽ ആയിരുന്നുവെങ്കിൽ ഇത്തവണ അത് റിയലാണ്. എവിടെയാണ് ലോറി, ആ സാന്നിധ്യം അത് കൃത്യമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തെ മറ്റ് സാഹചര്യങ്ങൾ പരിശോധിക്കുക, അത് മുകളിലേക്ക് ഉയർത്തുക, അതിൻ്റെ ക്യാബിനിൽ അർജുനുണ്ടോ എന്ന് അന്വേഷിക്കുക, ഉണ്ടെങ്കിൽ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും, അതിൻ്റെ പദ്ധതി തയ്യാറാക്കുക. അങ്ങനെ വിപുലമായ ക്രമീകരണങ്ങളോടെ യഥാർത്ഥത്തിൽ ഒരു വലിയ ഓപ്പറേഷന് തയ്യാറെടുക്കുകയാണ് മാൽപ്പെ. അതിനുള്ള അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.